കണ്ണൂർ ഡിവൈഎസ്പി ആയിരുന്ന പി സദാനന്ദനെ ഭീഷണിപ്പെടുത്തിയ കേസിൽ കെ സുരേന്ദ്രൻ കുറ്റവിമുക്തൻ. ഫസൽ വധക്കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസംഗത്തിലും FB പോസ്റ്റിലുമായിരുന്നു കേസ്. കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് വിധി. വിവരങ്ങളുമായി നിഖിലാണ് ചേരുന്നത്. നിഖിൽ, കെ സുരേന്ദ്രനെ കുറ്റവിമുക്തനാക്കിയിരിക്കുകയാണ്. എന്താണ് വിധിയിൽ പറയുന്നത്? കണ്ണൂർ ഡിവൈഎസ്പി ഉണ്ടായിരുന്നു. പറഞ്ഞോളൂ നിഖിൽ. പടുവിലായി മോഹനൻ വധക്കേസിൽ അറസ്റ്റിലായ കുപ്പി സുബീഷിന്റെ മൊഴി അന്നത്തെ കണ്ണൂർ ഡിവൈഎസ്പി ആയിരുന്ന പി സദാനന്ദനും തലശ്ശേരി ഡിവൈഎസ്പി ആയിരുന്ന പ്രിൻസ് എബ്രഹാമും രേഖപ്പെടുത്തിയിരുന്നു. പിന്നീട് ഈ ഫസലിന്റെ സഹോദരൻ വിവരാവകാശ നിയമപ്രകാരം ഈ വീഡിയോ അദ്ദേഹത്തിന് ലഭിക്കുകയും പിന്നീട് അത് മാധ്യമങ്ങൾ വഴി പ്രചരിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് കെ സുരേന്ദ്രൻ ഇത്തരത്തിൽ നേരിട്ട് പ്രസംഗങ്ങളിലൂടെയും ഒപ്പം തന്നെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെയും ഡിവൈഎസ്പി ആയിരുന്ന പി സദാനന്ദനും പ്രിൻസ് എബ്രഹാമിനുമെതിരെ ചില പരാമർശങ്ങൾ നടത്തിയത്. അത് ഔദ്യോഗിക കൃത്യനിർവഹണം നടത്തുന്ന രീതിയിലാണ് എന്ന് കാണിച്ചായിരുന്നു അന്ന് കണ്ണൂർ ടൗൺ പോലീസ് പി സദാനന്ദന്റെ പരാതിയിൽ കേസെടുത്തിരുന്നത്. ആ കേസിലാണ് ഇപ്പോഴേതായാലും കെ സുരേന്ദ്രനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ട് കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത്. മൂന്നാം മുറ പ്രയോഗിച്ചാണ് ഇത്തരത്തിൽ ഈ രണ്ട് ഡിവൈഎസ്പിമാരും സുബീഷിനെ കൊണ്ട് ഈ ഫസൽ വധക്കേസിൽ കാരായി ചന്ദ്രശേഖരനും കാരായി രാജനും ഉൾപ്പെടെയുള്ള ആളുകളല്ല പ്രതികൾ എന്ന രീതിയിലേക്ക് മൊഴി നൽകിച്ചത് തുടങ്ങിയ കാര്യങ്ങളായിരുന്നു അന്ന് വലിയ രീതിയിൽ പ്രചരിപ്പിച്ചിരുന്നത്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലായിരുന്നു അന്ന് പരാതി നൽകിയിരുന്നത്.